വാസ്തവത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊരു പാവമാണ്. അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ എന്തു തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ പേരിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നൊക്കെ ആക്ഷേപിച്ചു. അല്ലെങ്കിൽ നയതന്ത്ര ബാഗിലെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതിന് പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കുറേ മാസങ്ങൾ ജയിലിൽ കടന്നതുമാണ്. ഇപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിഗണിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഇപ്പോൾ അൻവർ എന്തൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം ഹിന്ദുവിനൊരു അഭിമുഖ സംഭാഷണം നൽകി. ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ ലഭിക്കുക എന്ന് പറയുന്നത് ഏതൊരു മാധ്യമ പ്രവർത്തകനും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് ഹിന്ദുവിനൊരു അഭിമുഖം കൊടുത്തുപോയി. അതിൻ്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിനെതിരായിട്ട് വന്നത്. ഇത് കൈസൺ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ അഭിമുഖ സംഭാഷണം ഏർപ്പാടാക്കിയത്. ആ അഭിമുഖ സംഭാഷണത്തെ മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തി. അവിടെ മുഴുവൻ കള്ളക്കടത്തും ഹവാല പണവുമാണ്. അതൊക്കെ ദേശവിരുദ്ധ, രാജ്യവിരുദ്ധ, സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന മട്ടിൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഹിന്ദു പോലൊരു പത്രത്തിൽ വരുന്നു. എന്തൊരാക്ഷേപമായിരുന്നു, എന്ത് ആരോപണങ്ങളായിരുന്നു, കുറ്റപ്പെടുത്തലുകളായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് ഈ കാര്യത്തിൽ അദ്ദേഹം ആട്ടിൻകുട്ടിയെ പോലെ നിഷ്കളങ്കനായ ഒരു ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് അദ്ദേഹം അതിൻ്റെ വിവരണങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം ഡൽഹിയിലായിരുന്നു ആ സമയത്ത്. പാർട്ടി കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് പോയതാ, അതിൽ പങ്കെടുക്കാൻ ചെന്നതാ. അവിടെ വെച്ചൊരു ചെറുപ്പക്കാരൻ, അയാളുടെ പേര് സുബ്രഹ്മണ്യം എന്നോ മറ്റോ ആണ്. അയാൾ ചെറുപ്പം മുതൽ മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന ആളാണ്, പാർട്ടിയുമായിട്ട് ബന്ധമുള്ളതാ. ആലപ്പുഴയിൽ നിന്നുള്ള ഒരു MLA ആയിരുന്ന TK ദേവകുമാറിൻ്റെ മകനാ. ദേവകുമാറിനെയൊക്കെ പണ്ട് മുതലേ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകനെയും അറിയും. കൃത്യമായ പാർട്ടി നിലപാടുള്ള ഒരാളാണ്. അദ്ദേഹം ഡൽഹിയിൽ വെച്ച് ചോദിച്ചു, CMA നമുക്ക് ഹിന്ദുവിനൊരു അഭിമുഖ സംഭാഷണം നൽകിയാലോ, ഒരു ഇൻ്റർവ്യൂ കൊടുത്താലോ? അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഭയങ്കര തിരക്കാണ്, കമ്മിറ്റിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് നിർബന്ധിച്ചു. ഈ ചെറുപ്പക്കാരൻ പിണറായിക്ക് ഇഷ്ടമുള്ള ഒരാളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ? എനിക്കോ നിങ്ങൾക്കോ ചെന്ന് CMA ഒരു പത്രത്തിനൊരു ഇൻ്റർവ്യൂ കൊടുത്തുകൂടെ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പയ്യൻസ് അദ്ദേഹം റിലയൻസിലെന്തോ ഉദ്യോഗം ഒക്കെ വഹിക്കുന്ന ആളാണ്. റിലയൻസുമായിട്ട് നല്ല ബന്ധമുള്ള അവിടുത്തെ ഒരു സീനിയർ മാനേജരൊക്കെയാണ്. അദ്ദേഹം ചോദിച്ചൊരു അഭിമുഖം നൽകിക്കൂടെ? അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞെന്നാൽ കൊടുക്കാം, കുറേ തിരക്കാണ്. ആ തിരക്കിനിടയ്ക്ക് ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഹിന്ദുവിൻ്റെ ലേഖിക ഈ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വരുന്നത്. ഒറ്റപ്പാലക്കാരിയാണ്. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ സുബ്രഹ്മണ്യവും കൂടെ ഇരിക്കുന്നുണ്ട്. റിലയൻസിലെ ഉദ്യോഗസ്ഥൻ, ദേവകുമാറിൻ്റെ മകൻ, പണ്ട് തൊട്ടേ അറിയാവുന്ന, പാർട്ടിയോട് അടുപ്പമുള്ള, പാർട്ടി നിലപാടുകളിൽ ഉറച്ച വിശ്വാസമുള്ള ഈ ചെറുപ്പക്കാരൻ കൂടെ ഇരിക്കുന്നുണ്ട്. സാധാരണ ഇതിൽ അങ്ങനെ നടക്കുന്നതല്ല കേട്ടോ. ഈ ഒരാൾ ഹിന്ദുവിനെ പോലെ ഒരു പത്രത്തിൻ്റെ ലേഖകനോ ലേഖികയോ മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ റിലയൻസിലെ ഉദ്യോഗസ്ഥരാ വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പാർട്ടിക്കാരനായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിനകത്ത് വിഷമം തോന്നിയില്ല. അങ്ങനെ ഈ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വരുന്നു, ഒരു ചെറുപ്പക്കാരനാണ്. അയാളും വന്ന് ഇവിടെ ഇരുന്നു. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത്? പാവം മുഖ്യമന്ത്രി അത് ഈ ഹിന്ദു ലേഖികയുടെ കൂടെ വന്ന ഏതോ ഒരാളായിരിക്കും. അപ്പം അയാളോടിരുന്നു, അയാളും ഇത് കേട്ടോണ്ടിരിക്കുക. അങ്ങനെ ഈ പത്രസമ്മേളനം നടന്നു. അൻവർ ചോദിച്ച ചില കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ നാട്ടിലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ, നമുക്കടയിൽ സമയവുമില്ല, അതുകൊണ്ട് ഞാൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല, അത് സമൂഹത്തിന് മുമ്പിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഈ അച്ചടിച്ചു വന്നപ്പോഴല്ലേ ഇതിനകത്ത് സംഭവിച്ച വലിയൊരു അപകടം മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി പറയാത്ത ചില കാര്യങ്ങൾ ഹിന്ദു അവരുടെ പത്രത്തിൽ അച്ചടിച്ചിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞതായിട്ട്. അതാണ് ഈ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്, ഹവാലയെക്കുറിച്ചും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും പറഞ്ഞത്. അതിൻ്റെ കണക്ക്, അതായത് അവിടെ നിന്ന് കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കുള്ളിൽ എത്രത്തോളം സ്വർണം പിടിച്ചു, ഹവാല പണം പിടിച്ചു, മുതലായ കാര്യങ്ങൾ, ഇതൊക്കെ രാജ്യദ്രോഹ, ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് ഹിന്ദു പത്രത്തിൽ വന്നിരിക്കുക. ഉടനെ തന്നെ ഒരു കത്തയച്ചു ഹിന്ദുവിൻ്റെ എഡിറ്റർക്ക്.
അത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. പത്രത്തിലൊക്കെ വന്നതിൻ്റെ പിറ്റേന്ന് അയച്ചു, അത് വേറെ കാര്യം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദു അത് മാന്യമായിട്ട് അതിനോട് പ്രതികരിച്ചു. അവർക്ക് സംഭവിച്ച തെറ്റ് മനസ്സിലാക്കുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്രയുമാണ് സംഭവിച്ചത് എന്നാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തോട് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ഏജൻസിയെക്കുറിച്ച് എനിക്ക് അറിയുക പോലുമില്ല. ഞാൻ ഒരു ഏജൻസിയെയും, ഗവൺമെൻറ് ഒരു ഏജൻസിയെയും ഇതിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മാധ്യമക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ പൈസ എവിടുന്ന് കൊടുത്തു, എത്ര പൈസ കൊടുത്തു എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായി. അതിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. ഈ ഏജൻസിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർക്കൊരു പൈസയും കൊടുത്തിട്ടില്ല, അവർക്ക് പൈസ കൊടുക്കുന്ന യാതൊരു ഏർപ്പാടുമില്ല. ഞങ്ങൾ ഒരു ഏജൻസിയെയും ഒരിക്കലും ഇതുപോലെ എൻഗേജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കാര്യങ്ങൾ പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അന്നേരവും ഈ മാന്യമായി പ്രവർത്തിച്ച ഹിന്ദുവിൻ്റെ തിരുത്തവിടെ കിടക്കുക. ഹിന്ദു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഹിന്ദു അങ്ങനെ ഒരു നുണ പറയുന്നൊരു പത്രമൊന്നുമല്ല. അത് മുഖ്യമന്ത്രിക്കും അറിയാം. അദ്ദേഹം ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഹിന്ദു മാന്യമായ പത്രമാണ്, മാന്യമായി പ്രവർത്തിക്കുന്ന പത്രമാണ്, അതുകൊണ്ട് അതിരുത്ത് കൊടുത്തേ, നിങ്ങൾ വല്ലവണെ കൊടുക്കുമോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു കൊടുത്ത വിശദീകരണം എന്താ? അവർ വളരെ കൃത്യമായിട്ട് സത്യമായിട്ട് കാര്യം പറഞ്ഞു, എന്താണ് നടന്നത് എന്നുള്ളത് പറഞ്ഞു. അവരുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. അതായത് ഈ കൈസൺ എന്ന് പറയുന്ന ഈ പബ്ലിക് റിലേഷൻസ് ഏജൻസി അവർ ഞങ്ങളെ വന്ന് കണ്ടു. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖ സംഭാഷണം ലഭിക്കുന്നതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായും ഹിന്ദുവിനെ പോലൊരു പത്രത്തിന് പിണറായി വിജയൻ്റെ അഭിമുഖത്തിൽ താല്പര്യമുണ്ടാവും. അവരത് സമ്മതിച്ചു. നിശ്ചയിച്ച സമയത്ത് ചെന്നു. അപ്പോൾ പത്രം പറയുന്നുണ്ട്, അവിടെ 2 ഈ കൈസന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരും കൂടെ ഇരിക്കുമ്പോഴാണ് ഈ അഭിമുഖ സംഭാഷണം നടന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ കൈസന്റെ പ്രതിനിധികൾ ഇതുകൂടെ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് കൊടുക്കുകയാണ്. അതാണ് ഈ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല, അത് സത്യമാണ്. പക്ഷേ ഇതും കൂടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൈസന്റെ പ്രതിനിധികൾ ഒരു കുറിപ്പ് നൽകുകയാണ്. അത് ഉത്തമ വിശ്വാസത്തിൽ ഹിന്ദു പ്രസിദ്ധീകരിച്ചു. അതങ്ങനെ ചെയ്യുന്നതാണ്. ഒരാളൊരു പത്രസമ്മേളനം നടത്തുമ്പോൾ ചിലപ്പോഴൊരു പത്രക്കുറിപ്പ് തുടക്കത്തിലേ നൽകും, ചിലപ്പോൾ അവസാനം ഒരു പത്രക്കുറിപ്പ് നൽകും. പക്ഷേ ഈ പത്രസമ്മേളനം നടത്തിയ ആൾ ഈ പത്രക്കുറിപ്പിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പരാമർശിച്ചിരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ആ പത്രക്കുറിപ്പിൽ മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളതും കൂടെ ഈ പത്രസമ്മേളനം നടത്തിയ ആളിൻ്റെ പേരിൽ കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇതതുപോലെ തന്നെ സംഭവിച്ചതാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അന്ന് നടന്നത് ഈ ഒരു കുറിപ്പ് കൊടുക്കുകയും ചെയ്തു. അതായത് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കൊടുത്തതെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം ഈ കുറിപ്പ് കൊടുക്കുകയും ചെയ്തു. അതിന് ഉപോത്ബലകമായിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും നൽകി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കിടന്നുരുളുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ ചെറുപ്പക്കാരനാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുകയാണ് ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാമെന്ന്. അപ്പോൾ ചോദിക്കില്ലേ, തനിക്ക് ഹിന്ദുവായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കില്ലേ? താനിവിടെ പ്രവർത്തിക്കുന്ന ലേഖകനാണോ എന്ന് ചോദിക്കില്ലേ? അതൊന്നും ചോദിക്കാതെ നമുക്ക് സ്നേഹബന്ധമുള്ള അല്ലെങ്കിൽ പരിചയബന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഉടനെ ഇൻ്റർവ്യൂ സമ്മതിച്ചു കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഏജൻസിയിലെ വേറൊരു ചെറുപ്പക്കാരൻ വന്നിരിക്കുമ്പോൾ അതും യാതൊരു എതിർപ്പും കൂടാതെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക. ചേട്ടാ, ഈ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ കാലത്തെയും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഒരു മന്ത്രിക്കകത്ത് കിടക്കാൻ പറ്റത്തില്ല. മന്ത്രിക്ക് അവരുടെ കാത്തിരിക്കണം, പുറത്തേനുള്ള സംവിധാനമുണ്ട്, എങ്കിലേ അകത്ത് കിടക്കാൻ പറ്റൂ. ഒരു പത്രലേഖനെ ആ വഴിക്കടിപ്പിക്കില്ല. അങ്ങനെയാണിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അവിടേക്ക് കേരള ഹൗസിലെ മുറിയിലേക്ക് മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ഓഫീസും കൂടെയാണ്, ഡൽഹിയിലെ ഓഫീസാണത്. അവിടേക്ക് ഈ കേസിൻ്റെ ആൾ വന്ന് ഇരിക്കുകയാണ്. ദേവകുമാറിൻ്റെ മകൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കാളിയാകുക അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക. ഇതേതെങ്കിലും രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണോ? സാധാരണ ഇത്തരം ഈ ഇൻ്റർവ്യൂകളൊക്കെ നൽകുന്നത് ആളുകളുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം പറ്റുമ്പോഴാണ്. അത് അമേരിക്കയിലും മറ്റും നടക്കാറുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ സർവേകൾ നടക്കും. അപ്പോൾ ബൈഡൻ്റെ ജനപ്രീതി 2% ഇടിഞ്ഞു, 3% ഇടിഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരും. അപ്പോൾ അവരുടെ PR സംവിധാനം
ഏജൻസികൾ ഉപയോഗിച്ചും മറ്റും ഈ ജനപ്രീതി ഉയർത്തുന്നതിന് അല്ലെങ്കിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് ചില ശ്രമങ്ങൾ നടത്തും. ചില സെലക്റ്റഡ് മീഡിയാസിന് ഇൻ്റർവ്യൂ കൊടുക്കുക, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. അതാ ഇവിടെ നടന്നത്. അതുതന്നെയാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ ഈ കമ്മിറ്റികൾ ചേരുന്നതിൻ്റെ ഇടയ്ക്ക് കേരളത്തിലെയും ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ ആരോ ചോദിച്ചിട്ട്, പരിചയമുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഒരു ചെറുപ്പക്കാരനാണ്, അയാളൊരു പത്രപ്രവർത്തകനല്ല, അയാൾ പറയുമ്പോൾ ആരെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കൂ. എത്ര നിഷ്കളങ്കനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തെയാണ് നമ്മളിങ്ങനെ യാതൊരു നിയന്ത്രണവും കൂടാതെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പത്രക്കാർ ഒരു കാര്യം കൂടെ ചോദിച്ചു ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ. CM അങ്ങ് പറയാത്ത കാര്യങ്ങൾ ഈ പത്രത്തിൽ വന്നിരിക്കുക, അച്ചടിച്ചു വന്നിരിക്കുക. ഇത് വാസ്തവത്തിൽ വളരെ കുറ്റകരമായൊരു കാര്യമല്ലേ? സംസ്ഥാനത്ത് സാമൂഹികമായ ഒരു അകൽച്ച പോലും സംഭവിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കാവുന്ന രീതിയിൽ, ഒരു ജില്ലയോട് നമുക്ക് മനസ്സുകൊണ്ടൊരു അനിഷ്ടം തോന്നാവുന്ന രീതിയിൽ ഉള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്ത് വന്നിരിക്കുക. ഒരു കുറ്റകൃത്യമല്ലേ? നടപടിയെടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അതിന് മറുപടിയില്ല കേട്ടോ. നടപടിയുടെ കാര്യത്തിൽ മറുപടിയില്ല. അപ്പം അദ്ദേഹം മറ്റൊരു തന്ത്രം അവിടെ പ്രയോഗിച്ചു. അതായത് നിങ്ങൾ മാധ്യമങ്ങൾ തമ്മിലുള്ള തർക്കമുണ്ടല്ലോ, അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കിട്ടിയതിൽ അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ, അപ്പം നിങ്ങൾ തമ്മിലുള്ള തർക്കം അതിനെന്നെ ഉപയോഗിക്കേണ്ട കേട്ടോ എന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷേ ആ ചോദ്യം അവിടെ നിൽക്കുക. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേരിൽ വരുന്നു, എന്നിട്ട് അത് അറേഞ്ച് ചെയ്ത് കൊടുത്ത ഈ ആ ഏജൻസിയാണ് ആ കടലാസ് കൊടുത്തത്, ഇതുകൂടെ ചേർക്കണം. ഹിന്ദു എന്താ വിചാരിച്ചത്? ഈ ഇൻ്റർവ്യൂ ഏർപ്പാട് ചെയ്ത് കൊടുത്ത ഏജൻസി നൽകുന്ന ഒരു കടലാസ് അത് ഔദ്യോഗികം ആണ് എന്നല്ലേ ഒരു പത്രം അല്ലെങ്കിൽ ഒരു പത്രലേഖിക ചിന്തിക്കത്തുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അത് സംഘടിപ്പിച്ച ആളുകൾ ഒരു കുറിപ്പ് കൊടുക്കുകയാണ്, ഇതും കൂടെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വരണം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി അറിയാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ, സർക്കാർ അറിയാതെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരെങ്കിലും അറിയാതെ ഈ ചെറുപ്പക്കാരൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഒരു പഴയ MLA-യുടെ മകൻ, പാർട്ടി നിലപാടിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് മാത്രമേ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ. അങ്ങനെ ഒരാൾ ഒരു പത്രക്കുറിപ്പ് കൊടുക്കുമോ ഒരു പത്രലേഖികയ്ക്ക്? അത്രയ്ക്ക് നിഷ്കളങ്കമാണോ കാര്യങ്ങൾ? അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു സാമൂഹിക ഡിവൈഡ് ഉണ്ടാക്കാൻ വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേരിൽ പത്രത്തിൽ, ഹിന്ദു പോലൊരു പത്രത്തിൽ വരാനിടയായ സാഹചര്യം, അതിൻ്റെ ഉത്തരവാദികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യേണ്ടതല്ലേ? പക്ഷെ അതൊന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതെല്ലാം വളരെ ആലോചിച്ചുറപ്പിച്ച ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. മലപ്പുറത്തിനെതിരായിട്ട് വന്ന ഈ പരാമർശങ്ങൾ, അല്ലെങ്കിൽ ചില ജനവിഭാഗങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ അഭിപ്രായ പ്രകടനങ്ങൾ, അതൊക്കെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ CPM-നുണ്ടായ വലിയ തകർച്ച, അത് ഭൂരിപക്ഷ വോട്ടുകൾ ചോർന്നു പോയതിൻ്റെ ഫലമാണെന്ന് ആ പാർട്ടി മനസ്സിലാക്കുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി, PB അവരൊക്കെ ഇത് മനസ്സിലാക്കുന്നു. ആ ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം നടന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇൻ്റർവ്യൂ ഉണ്ടായത്. ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ രീതിയിൽ ചില പ്രയോഗങ്ങൾ മലപ്പുറത്തെക്കുറിച്ചുള്ളത് കടന്നു വരാൻ കാരണമായത്. അതങ്ങനെ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് വലിയ വിവാദമായപ്പോൾ അതിനെ ഇത്തരത്തിൽ വിശദീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ചെയ്യുന്നത്.